ഹലോ ട്രേഡേഴ്സ്, പതിവിന് വ്യത്യസ്തമായിട്ട് ഇത് നിഫ്റ്റിയാണ്. ഒരുപാട് ഓട്ടോമേഷൻ വീഡിയോകളൊക്കെ ചെയ്തു, കുറേ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തു. ഇപ്പോഴും സ്റ്റിൽ കുറച്ച് സ്ട്രാറ്റജികളൊക്കെ ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. നേരത്തെ കാണിച്ചിട്ടുള്ള ഓപ്ഷൻ ബൈയിങ് സിസ്റ്റം നമ്മുടെ ഇവിടെ റൺ ചെയ്യുന്നുണ്ട് പാരലലി. അപ്പോൾ ഇതിനകത്ത് കുറച്ച് സ്ട്രാറ്റജികൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ലൈവ് മാർക്കറ്റ് കണക്റ്റഡ് ആണ്, അപ്സ്റ്റോക്സിൻ്റെ API കണക്ട് ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ആ സെറ്റപ്പ് വരുമ്പോൾ ട്രേഡ് എടുത്തോളും. ഇതൊരു ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. കറൻ്റ്ലി ഒരു പൊസിഷൻ ഓപ്പൺ ആണ്. അപ്പോൾ ഇതങ്ങനെ പോകുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡെയിലി ഡേ ട്രേഡ് ചെയ്യുന്ന കാര്യങ്ങളും മെത്തേഡുകളും കൂടിയൊക്കെ ഈ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പറ്റുന്ന സമയങ്ങളിലൊക്കെ ഈ ഒരു എങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനൽ വഴി വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. മറ്റേ ഒരേ മെത്തേഡ് തന്നെയാണ് നമുക്ക് ഫോളോ ചെയ്യാനുള്ളത്. അത് ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുള്ളതാണ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് MT5 ട്രേഡ് ഓട്ടോമേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ടെസ്റ്റിംഗ് ഒക്കെ ഒരു വഴി നടക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് കണ്ടൻറ്റുകളൊക്കെ ഭയങ്കര റിപ്പിറ്റേറ്റീവായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതങ്ങനെ ബോറടിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് കുറേ നാൾ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. അങ്ങനെ തോന്നിയതാണ്. അപ്പോൾ ഡേ ട്രേഡിങ് എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ പ്രോസസ്സ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ റെസ്പോൺസ് അനുസരിച്ച് ഫർദർ നമുക്ക് ഇങ്ങനത്തെ വീഡിയോകൾ വേണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ ഡിസിഷൻസ് എടുക്കാവുന്നതാണ്. അപ്പോൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് 29th ആണ്. ഇത് ഒരിക്കലും ലൈവായിട്ടൊന്നും പോകുന്നില്ല. ഗവൺമെൻറ് സമ്മതിക്കത്തില്ല ലൈവായിട്ടൊക്കെ ട്രേഡുകൾ കാണിക്കാനൊന്നും. അപ്പോൾ ഞാൻ എൻ്റെ മെത്തേഡുകൾ, എൻ്റെ ലോജിക്കും ചെയ്യുന്നത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഈവനിങ് ആകുമ്പോഴത്തേക്കും അത് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് 29th ജൂണാണ്. കഴിഞ്ഞ ദിവസത്തെ ട്രേഡ് ആക്ച്വലി നമ്മൾ ട്രേഡ് ചെയ്യാൻ വരുന്നതിന് മുമ്പ് ഇത് ലോഗ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ലോഗ് ആദ്യമൊക്കെ ബുക്കിലായിരുന്നു ചെയ്യാറ്. പക്ഷേ ബുക്കിൽ ചെയ്യാതെ നമുക്കത് അനലൈസ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു മെത്തേഡിലാണ് ഇപ്പോൾ ട്രേഡ് ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണിത്. ട്രേഡ് ഡയറി എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഇത് ചെറിയ പൈസ ഉണ്ട്, ഒരു 700 rupees 2 yearsനൊക്കെയാണ് ഇപ്പം പറയുന്നത്. അപ്പോൾ ഇത് നമുക്കിതിനകത്ത് നമ്മുടെ ട്രേഡുകളെല്ലാം ചെയ്യാം. ഞാനിതിപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 10-15 ദിവസത്തോളമായിട്ടുണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് നമുക്ക് നമ്മുടെ ട്രേഡ് ഒക്കെ ലോഗ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ് വഴി നമ്മുടെ ട്രേഡുകളൊക്കെ എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രേഡിംഗ് ചെക്ക് ലിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരിക്കുന്ന മിസ്റ്റേക്കുകളൊക്കെ വീക്ക്നെസ്സുകളൊക്കെ നമ്മൾ എഴുതി വയ്ക്കുക. അതൊരു നോട്ട്ബുക്കിലാണ് എഴുതി വയ്ക്കുക. അത് പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ നമ്മളെ വളരെ നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ എന്താണ് നമ്മൾ ഇന്നലെ ചെയ്ത മിസ്റ്റേക്കുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് രാവിലെ ഓർത്തിട്ട് എഴുതി വയ്ക്കുക. അത് ഒരു നല്ല പ്രാക്ടീസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഈ ഓപ്ഷൻ ബൈയിങ് ഒക്കെ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള എന്ത് മിസ്റ്റേക്കുകളാണെങ്കിലും അത് ലോഗ് ചെയ്ത് പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇത് PCR ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. PCR എന്ന് പറയുന്നത് പുട്ട് കോൾ റേഷ്യോ എന്ന് പറയുന്ന സംഗതിയാണ്. നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഓപ്ഷൻസിൽ പ്രത്യേകിച്ച് ട്രേഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതാണ് ഇതിനകത്തെ പുട്ട് കോൾ റേഷ്യോ. ഈ ഓപ്ഷൻ ചെയിനിലുള്ള ഓപ്ഷൻസിൻ്റെ ആക്ടിവിറ്റീസാണ്. ഇപ്പോൾ ഏത് സൈഡിലേക്കാണ് അന്നത്തെ മാർക്കറ്റ് പോകാൻ സാധ്യതയുള്ളത് എന്നുള്ളത്. അതായത് ഓപ്പൺ ഇൻട്രസ്റ്റുകൾ ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ആണ്. PCR വാല്യൂ എന്ന് പറയുന്നത് ടോട്ടൽ പുട്ട്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കോൾസ് എന്ന് പറയുന്ന ഒരു ഫോർമുല വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ PCR എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, എങ്ങനെയാണ് മാർക്കറ്റ് ഡയറക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ അത് യൂസ്ഫുൾ ആവുന്നതെന്ന് വെച്ചാൽ, PCR എന്ന് പറയുന്നത് 1ൽ താഴെയാണെങ്കിൽ 0.6, 0.7 അങ്ങനത്തെ ഒരു വാല്യൂ ആണെങ്കിൽ മാർക്കറ്റ് പൊതുവെ ബിയറിഷ് ആണെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ പോവേണ്ടത്. അതായത് അതുപോലെ ഇത് 1ന് മേലെയുള്ള ഒരു വാല്യൂ ആണ് കാണിക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പൊതുവെ ബുള്ളിഷ് ആണെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നിൽക്കുക. അപ്പോൾ ഇന്നിത് കാണിക്കുന്നത് 1.01 എന്ന് പറയുന്ന ഒരു റേഞ്ചിലാണ്. അപ്പോൾ നിലവിൽ ഈ സംഭവം ന്യൂട്രലാണ്. ഇപ്പോൾ ഒരു സൈഡ് വൈസ് മാർക്കറ്റിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ വാല്യൂ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഇത് മാറും. വാല്യൂ പോസിറ്റീവായിട്ട് മാറുകയാണെങ്കിൽ ബുള്ളിഷ്നെസ് ഉണ്ടെന്നുള്ളതും, നെഗറ്റീവായിട്ട് മാറുകയാണെങ്കിൽ മാർക്കറ്റ് ബിയറിഷ് ആവുന്നതെന്നുള്ളതുമാണ്. ഇപ്പോൾ നമ്മൾ 1.1 ആണ് ഉള്ളത്, 1.01 ആണുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാർക്കറ്റ് ന്യൂട്രലാണെന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് PCR നമ്മൾ ചെക്ക് ചെയ്തു, മാർക്കറ്റ് ന്യൂട്രലാണ്. റീഡ് ദി മാർക്കറ്റ് സ്റ്റോറി. നമ്മൾ ലെവൽസും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുക. എന്താണ്
മാർക്കറ്റിൽ നടക്കുന്നെന്നുള്ളതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പിലുള്ളത്. അതായത് നമ്മൾ 9:30 വരെ എന്തായാലും ട്രേഡ് ചെയ്യരുത്. രാവിലെ വന്നിട്ട് ഉടനെ തന്നെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ചാടി വീഴരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 9:15 കഴിഞ്ഞതിന് ശേഷം മാത്രം ഇരിക്കുക. 9:30 വരെ എന്തായാലും വെയിറ്റ് ചെയ്യുക. മാർക്കറ്റിൽ എന്താ നടക്കുന്നതെന്നൊക്കെ നോക്കുക. അപ്പോൾ എന്താണ് മാർക്കറ്റിൽ നടക്കുന്നത്? മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലായിരുന്നു. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് നമ്മൾ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ് റെസിസ്റ്റൻസ്. ഇത് പ്രീവിയസ് ഡേയിൽ മാർക്ക് ചെയ്തിരുന്നതായിരുന്നു. അതായത് ഫ്രൈഡേക്ക് വേണ്ടിയിട്ട് ഇത് ലാസ്റ്റ് വീക്കിലെ മാർക്ക് ചെയ്തതാണ് ഈ ഒരു ഏരിയ. അപ്പോൾ ഇവിടുന്ന് സെൽ ഓഫ് വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടിരുന്നത്. നിങ്ങൾക്കറിയാം, ഈ ഒരു മെയ് 11 ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഇത്രയും വലിയ ഗ്യാപ്പ് ഡൗൺ വന്നതും പിന്നെ അവിടുന്ന് കണ്ടിന്യൂഷൻ സെല്ല് വന്നതും. അതുകൊണ്ടാണ് ആ ഏരിയ അങ്ങനെ ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രൈഡേ അവിടെ ചെന്ന് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ബ്രേക്ക് ഔട്ട് പോലെ തന്നിട്ട് ചെറിയൊരു ട്രെൻഡ് ലൈൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൈഡേയിലത്തെ ട്രേഡ് അങ്ങനെയാണ് എടുത്തത്. ഈ ഒരു ട്രെൻഡ് ലൈൻ ക്രോസ് ചെയ്ത് ഇവിടെ ക്ലോസിങ് തന്നപ്പോൾ 15 മിനിറ്റ്സിലായിരുന്നു ഇത്. 5 മിനിറ്റ്സിലേക്ക് മാറ്റുമ്പോൾ ആ ട്രെൻഡ് ലൈൻ നന്നായിട്ട് വിസിബിൾ ആവും. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു ട്രെൻഡ് ലൈന് താഴെ ക്ലോസ് വന്നപ്പോഴാണ് ഫ്രൈഡേ ഷോർട്ട് ചെയ്തിരുന്നത്. ഫ്രൈഡേ ഷോർട്ട് ചെയ്തിട്ട് ഇതിന് മുകളിലൊരു സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയാണ് ചെയ്തിരുന്നത്. എന്നിട്ട് ഹോൾഡ് ചെയ്തിരുന്നു. ഈ ഒരു ട്രെൻഡ് ലൈനിലായിരുന്നു എക്സിറ്റ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ആ ട്രെൻഡ് ലൈനിൽ വീണ്ടും നല്ലൊരു ക്യാൻഡിൽ ക്ലോസ് അതിന് താഴെ കിട്ടിയപ്പോൾ പിന്നെ ഡേ എൻഡ് വരെ ഹോൾഡ് ചെയ്യാണ് ചെയ്തത് അന്നത്തെ ഫ്രൈഡേയിലത്തെ ട്രേഡ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാര്യം നോക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് പോവായിരുന്നു. മാർക്കറ്റ് ഇവിടെ ചെന്നിട്ട് ഈ ഒരു ലിക്വിഡിറ്റി ഒക്കെ എടുത്ത് താഴേക്ക് വന്നു. പിന്നെ ഈ ഒരു അതിൻ്റെ പ്രീവിയസ് ഡേ ക്ലോസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഇത് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് നോക്കാം നമുക്ക്. അതായത് ഇത് ഈ ഒരു ഗ്യാപ്പ് ആണ് ഇവിടെ കണ്ടല്ലോ. ഈ ഒരു ഗ്യാപ്പ്, അതായത് 24 ജൂണിന് ക്ലോസ് ചെയ്തെടുത്തുനിന്ന് 25 ജൂണിന് ഇത്രയും ഈ ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. അതായത് ഫ്രൈഡേ ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഫ്രൈഡേയിൽ എന്നിട്ട് ഈ മാർക്കറ്റ് വന്ന് ഈ ഒരു ഏരിയയിലാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ ഗ്യാപ്പ് മൊത്തം ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഗ്യാപ്പ് ഇപ്പം ഫില്ല് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് ഇനി എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കുന്നത്. അപ്പോൾ ഇതിന് താഴെ നല്ലൊരു ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് സൈഡിലേക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാം. ലോങ് പോകണമെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് ഒരു ലോങ് എൻട്രിക്കുള്ള സെറ്റപ്പ് ഒന്നുമില്ല ഇപ്പോൾ നിലവിൽ. അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈൻ ഈ ഒരു ട്രെൻഡ് ലൈൻ ലൈനിൻ്റെ മേലെ ക്ലോസ് ചെയ്തിട്ട് PCR അതിനനുസരിച്ച് നമ്മുടെ ഡയറക്ഷനിലൊരു മാറ്റം വരികയാണെങ്കിൽ നമുക്ക് ലോങ് സൈഡിലേക്ക് ഒരു ട്രേഡ് ഉണ്ടോ എന്ന് നോക്കാം ആ സമയത്ത്. പക്ഷേ നിലവിൽ എൻ്റെ ഒരു ട്രേഡിംഗ് മെത്തേഡ് വെച്ച് നിലവിലിപ്പോൾ ലോങ് സൈഡിലേക്ക് ഒരു ട്രേഡില്ല. പിന്നെ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഓപ്ഷൻസിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഷോർട്ട് സൈഡിലേക്ക് ഒരു എൻട്രി, അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരു ഇവിടുന്ന് ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഇതൊരു 24,000 ഏരിയ ആണ്. അപ്പോൾ 24,000 താഴെ സസ്റ്റെയിൻ ചെയ്താൽ 24,000 നല്ലൊരു സൈക്കോളജിക്കൽ ലെവലാണ്. അപ്പോൾ ഇതിന് താഴെ മാർക്കറ്റ് നല്ലൊരു ക്ലോസ് തരികയും സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഷോർട്ട് സൈഡിലേക്ക് ട്രേഡ് പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഏതാണ് ഓപ്ഷൻ ഏതാണ് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത്, ഇപ്പോൾ അറ്റ് ദ മണിയിലുള്ളത് 24,000 തന്നെ പുട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കാം. അതെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് നോക്കണമെങ്കിൽ പാരലായിട്ട് നമ്മളിവിടെ അതിൻ്റെ 24,000 PE. ഈ ഓപ്ഷൻസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എപ്പോഴും ഡൗൺ ട്രെൻഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ബിക്കോസ് ഓഫ് തീറ്റ DK. അപ്പോൾ ഇതിന് ഒരു ലോങ് ട്രേഡ്, നമ്മൾ ബയേഴ്സ് ആയതുകൊണ്ട് തന്നെ ലോങ് ട്രേഡിൽ എൻട്രി പോകുക എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എപ്പോഴും ഓപ്പോസിറ്റ് ട്രെൻഡായിരിക്കും ഈ ഓപ്ഷൻസിനെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു മൂവ്മെൻറ്റ്, ഇതിൽ പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിപ്പോൾ പുട്ട് ഓപ്ഷൻ ആണെങ്കിലും കോൾ ഓപ്ഷൻ ആണെങ്കിലും സൈഡ് വൈസ് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ DK വന്നിട്ട് ഈ ഒരു സാധനം വാല്യൂ കുറഞ്ഞ് പോകും. അതും വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് ചാടി കയറി ട്രേഡ് എടുക്കുന്നതിന് മുമ്പ്. അപ്പോൾ അതിന് ഞാൻ ഉപയോഗിക്കുന്നത് VWAP എന്ന് പറയുന്നത് നമുക്കൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇത് ബേസിക്കലി മൂവിങ് ആവറേജ് പോലത്തെ ഒരു സാധനമാണ്. പക്ഷേ വോളിയം വെച്ച് വെയിറ്റഡ് ആണ്. ഡേ സ്റ്റാർട്ടിൽ ഇത് ആങ്കർ ചെയ്യുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ VWAPന് മുകളിൽ നല്ലൊരു ക്ലോസ് വരിക എന്ന് പറയുന്നത് ഓപ്ഷൻസിൽ ഇതിലില്ല. ഇതിൽ VWAP നമുക്ക് കിട്ടില്ല. കാര്യം നിഫ്റ്റിയുടെ ഇൻഡെക്സ് ആണ്. ഇൻഡെക്സിൽ വോളിയം ഇല്ലാത്തതുകൊണ്ട് VWAP നമുക്ക് ഇതിൽ കിട്ടില്ല. അപ്പോൾ നമുക്കിത് ഇവിടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണിക്കില്ല. കണ്ടോ, നമ്മുടെ ആ ഒരു ഇപ്പോൾ കുറച്ച് മുമ്പ് മാർക്ക് ചെയ്ത ഏരിയ ടാപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് വലിയ റിജക്ഷനാണ്. അതൊരു വലിയ റെഡ് ക്യാൻഡിലായിരുന്നു ഫോം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടുന്ന് അത് റിജക്റ്റായി. നമ്മളിവിടെ ചാടി കയറി എൻട്രി എടുത്തിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ ലോസിൽ നിന്നേനെ. അപ്പോൾ 15 മിനിറ്റ്സിലാണ് ഈ പറയുന്ന
കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. അതുപോലെ ഈ ഒരു ഓപ്ഷൻ നമ്മൾ പുട്ട് സൈഡിലേക്കുള്ള ഓപ്ഷൻ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഓപ്ഷൻ നമുക്ക് 5 മിനിറ്റിലാണ് നോക്കേണ്ടത്. അപ്പോൾ 5 മിനിറ്റ്സിൽ നല്ലൊരു ക്ലോസ് വന്നായിരുന്നു. പക്ഷേ അത് അവിടുന്ന് തിരിച്ച് ഒരു വലിയ റെഡ് ക്യാൻഡിൽ തന്നു വിത്ത് വോളിയം. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിന് നല്ല വോളിയം ഉണ്ടായിരുന്നു. ഇത് 9:30 ക്യാൻഡിൽ. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്നും എൻട്രി എടുക്കാത്തത് നമ്മൾ 9:30 കഴിഞ്ഞിട്ട് മാത്രമാണ് മാർക്കറ്റ് ഒന്ന് സെറ്റിലായതിന് ശേഷം മാത്രമാണ് നമ്മൾ നമ്മുടെ എൻട്രികളൊക്കെ കൺസിഡർ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ഏരിയയിൽ നമ്മൾ എൻട്രി എടുക്കാത്തത്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യാത്തത്. ഇപ്പോൾ നിലവിൽ രസമുള്ള പരിപാടിയാണ്. ഇപ്പോൾ നിലവിലുണ്ടോ, ഇപ്പോൾ ഇവിടുന്ന് ഇത് റിജക്റ്റായി 24,000 നിന്ന് ടാപ്പ് ചെയ്ത് റിജക്റ്റായി തിരിച്ച് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. PCR നോക്കിക്കഴിയുമ്പം PCR 0.93 ആയിട്ടുണ്ട്. നിലവിൽ കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതൊരു 5 മിനിറ്റ്സിലേക്ക് ഇട്ടിട്ട് മോണിറ്റർ ചെയ്യാം. 93 നിന്ന് 95 ആയിട്ടുണ്ട്. അപ്പം ആക്ടിവിറ്റി കൂടി വരുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ലോങ് സൈഡിലേക്കുള്ള ആക്ടിവിറ്റി കൂടി വരുന്നുണ്ട്. ഒന്ന് മുമ്പത്തെ ആ ഒരു വലിയ ഈ ഒരു ബിയറിഷ്നെസ് കണ്ടപ്പോഴാണ് ആളുകൾ കോൾ സെല്ലേഴ്സ് അത് സ്ക്വയർ ഓഫ് ചെയ്ത് പോയത്. അതുകൊണ്ടാണ് ഈ ഒരു വാല്യൂ അന്നേരം കുറഞ്ഞത്. 1ന് മുകളിൽ നിന്ന് വാല്യൂ താഴോട്ട് വന്നത്. അപ്പോൾ വീണ്ടും താഴെ നിന്ന് സപ്പോർട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ 0.93 ഉണ്ടായിരുന്നത് തിരിച്ച് കയറി വരുന്നുണ്ട്. ഞാനിതിപ്പോൾ 100% ശരിയാണെന്നൊന്നുമല്ല ഞാൻ അവകാശപ്പെടുന്നത്. ഞാൻ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡ് മാത്രമാണിത്. നമുക്കപ്പം നോക്കാം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇനിയിപ്പം പുട്ട് സൈഡിലോട്ട് ബ്രേക്ക് ചെയ്ത് പോകാമെന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കോൾ സൈഡ് നോക്കാം. 24,000 കോൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. 24,000 കോൾ ഇത് ഇൻ ദ മണി കോളാണ്. നാളെ എക്സ്പയറി ആണ്, 30 ജൂൺ എക്സ്പയറി ആണ്. അപ്പോൾ നാളത്തെ ദിവസമാണെങ്കിൽ നമ്മൾ എക്സ്പയറിയിൽ ട്രേഡ് എടുക്കില്ല. നമ്മൾ എന്താ പറയുക, പിന്നത്തെ വീക്കിലാണ് നമ്മൾ ട്രേഡ് എടുക്കുക. അപ്പോൾ ഇത് നാളെയാണ് എക്സ്പയറി. ഇന്ന് എക്സ്പയറി അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ എടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു സെറ്റപ്പാണെന്ന് തോന്നുന്നു വരുന്നത്. നമുക്ക് നോക്കാം. PCR ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ഒരു ബ്രേക്കൗട്ടും ഒരു ക്യാൻഡിൽ ക്ലോസും കിട്ടിയിട്ടുണ്ട്. PCR ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ലോങ് സൈഡിലേക്ക് പ്ലാൻ ചെയ്യാണ് ട്രേഡ്. നമ്മൾ മാർക്കറ്റിൽ എൻട്രി എടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു എൻട്രി പ്ലാൻ ചെയ്യാം. ഇതിന് താഴെ കുറച്ച് റീട്രേസ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നല്ലത്. അതർവൈസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്കൊരു ലോങ് സൈഡ് എൻട്രി പ്ലാൻ ചെയ്തിട്ട് ഒരു 1:2 റിസ്ക് റിവാർഡ് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 32 എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇതിനടിയിലാണ് അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. 104 ആണ് സ്റ്റോപ്പ് ലോസ് വരിക. അപ്പോൾ ഇത് ഒരു 40 പോയിൻറ്റ്സ് നിഫ്റ്റിയിൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് വലിയ ഒരു സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ അത്രയും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഒറ്റ ട്രേഡിൽ തന്നെ. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. നമ്മൾ ഇതൊന്ന് റീട്രേസ് ചെയ്ത് വന്നാൽ നമുക്കൊരു 20 പോയിൻ്റ് വരെ മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഡയറക്ഷനിൽ ട്രേഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ട്രെയിലിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ തൽക്കാലം ഇത് ഒന്ന് വെയിറ്റ് ചെയ്യാണ്. റീട്രേസ് ചെയ്തൊരു 20ലേക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. 20ലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു 32-32ന് താഴെ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് എൻട്രി കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരു ലോങ് എൻട്രി പ്ലാൻ ചെയ്യാം. ഇവിടെയും ഇപ്പോൾ ഈ ഒരു 2 ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷനിൽ ഇവിടെ നല്ല ബൈ ക്യാൻഡിൽസ് ആണ്. വോളിയം കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് അസ്യൂം ചെയ്യാം ഇത് ബയേഴ്സ് ആയിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്കിവിടെ ഒരു PCR കൂടി 1 ആയിട്ടുണ്ട്. അതായത് 93 1 ആയിട്ടുണ്ട്. അപ്പം പയ്യെ മാർക്കറ്റ് ബുള്ളിഷ്നെസ് കാണിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഭവം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ലോങ് എൻട്രി ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ എടുത്തിട്ടില്ല. ഒന്നുകൂടെ ഒന്ന് റീട്രേസ് ചെയ്ത് നമ്മുടെ പ്രൈസിലേക്ക് വന്നാൽ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. വരുമെന്നാണ് പ്രതീക്ഷ. ഒരു 33ലേക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് എൻട്രി ചെയ്യാം. ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് ഡയറക്ഷനും കാര്യങ്ങളുമൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ബയേഴ്സൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഡെയിലി സ്റ്റോപ്പ് ലോസ്, ഡെയിലി ലോസ് ലിമിറ്റൊക്കെ നമുക്ക് നമ്മുടെ പ്ലാൻ ചെയ്തിരിക്കുന്ന എൻട്രിയുടെ ആ ഒരു പ്രൈസ് പോയിന്റിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ എൻ്റെ എൻട്രി. നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നല്ലൊരു റിജക്ഷൻ കിട്ടി കയറി പോയി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് നല്ല സെൽ ഓഫ് വന്നിരിക്കുന്ന ഒരു ഏരിയയാണ് ഫ്രൈഡേ. നിഫ്റ്റിയുടെ ഇൻഡെക്സ് നോക്കി കഴിയുമ്പോൾ ഈ ഒരു ഏരിയ. അപ്പോൾ ഈ ഒരു നമുക്ക് വാച്ച് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. ഈ ഹൈ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഹൈ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടുന്ന് താഴോട്ട് വീണ്ടും ഫുൾ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. കാര്യം ഇതൊരു വലിയ 15 മിനിറ്റ്സിലേക്ക് പോയി കഴിയുമ്പോൾ ഇതൊരു വലിയ ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഇവിടെ സെല്ലേഴ്സ് ഉണ്ട്, ഇവിടുന്ന് നല്ലൊരു ഫോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഹൈ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡയറക്ഷനിൽ ട്രേഡ് പോയി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഇവിടെ നിന്നൊക്കെ നമുക്ക് 200-210 ആ ഒരു റേഞ്ചിൽ എക്സിറ്റ് ചെയ്യാം. അതർവൈസ് നമുക്ക് നമ്മുടെ ഡയറക്ഷനിൽ കുറച്ച് ട്രേഡ് പോവുകയാണെങ്കിൽ അത് ബ്രേക്ക് ഈവനിലേക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതിൽ ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ എൻട്രി ചെയ്യുന്നത് മൊബൈലിൽ നിന്നാണ്. നമ്മൾ എൻട്രിയും കാര്യങ്ങളൊക്കെ
ചെയ്യാറ്. കുറച്ചുകൂടി അതാണ് എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത്. ചിലപ്പം നമുക്ക് ഈ ട്രേഡൊക്കെ എടുത്ത് പുറത്തേക്കൊക്കെ ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് അത് മാനേജ് ചെയ്യാനൊക്കെ മൊബൈലിൽ നിന്ന് ചെയ്യുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ എന്തായാലും ട്രേഡ് എൻ്റർ ചെയ്ത സ്ഥിതിക്ക് എൻ്റെ റിസൾട്ട് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു 30 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഉള്ള ട്രേഡാണ്. 30 പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു 2000 റുപ്പീസ് അടുത്ത് നമുക്ക് ഈ ഒരു ട്രേഡിൽ ഒരു ലോട്ടിന് റിസ്ക് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ക്യാപിറ്റൽ സൈസ് അനുസരിച്ചാണ് നമ്മൾ റിസ്ക് ഡിഫൈൻ ചെയ്യുക. ഇപ്പോൾ നമ്മൾ എടുത്ത ട്രേഡ് നമ്മുടെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ എടുത്ത എൻട്രി എന്ന് പറയുന്നത് 132 എന്ന് പറയുന്ന ഈ ഒരു ലെവലിലാണ് നമ്മുടെ എൻട്രി ട്രിഗർ ആയത്. നമ്മൾ എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഈ ഒരു 5 മിനിറ്റ്സിൽ ഈ ഒരു ട്രെൻഡ് ലൈനിന് മുകളിൽ ക്ലോസിങ് തന്നിരുന്നു. പ്ലസ് നമ്മൾ ഈ 24,000 സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറുന്ന സമയമായിരുന്നു. പ്ലസ് നമ്മുടെ ഈ ഓപ്ഷൻ്റെ ചാർട്ട് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓപ്ഷനിൽ ഈ VWAP ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ VWAP എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിയുമ്പോൾ അറിയാം ഈ VWAPന് മുകളിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്ലോസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ആക്ടിവിറ്റീസ് നോക്കിക്കഴിയുമ്പോൾ വോളിയം ആക്ടിവിറ്റി നോക്കിക്കഴിയുമ്പോൾ ഈ 2 ക്യാൻഡിലും പ്രീവിയസ് ക്യാൻഡിൽസിൻ്റെ ഒരു ആവറേജിനേക്കാൾ കൂടുതൽ നല്ല ബുള്ളിഷായിട്ട് ക്ലോസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു എൻട്രി നമ്മളിവിടെ പ്ലാൻ ചെയ്തത്. SL ഇവിടെ വയ്ക്കുകയും ചെയ്തു. പിന്നെ നമുക്ക് ഇനി നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എവിടെ വരെ പോകാം മാർക്കറ്റ്. ഇപ്പോൾ നമ്മുടെ ഡയറക്ഷനിലുള്ളത് ഇതൊരു 167 ഒക്കെ വരെ പോയിട്ട് ഇപ്പോൾ ഒന്ന് റീട്രേസ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ എൻട്രിയിൽ നിന്ന് ഒരു 20-30 പോയിൻറ്റ്സ് ഓൾറെഡി നമ്മൾ അപ്പോൾ പോയിട്ട് ഒന്ന് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പിന്നെ പറയാനുള്ളത് ഈ ഒരു മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഇത് ഡേയിലത്തെ ഹൈയും അതുവരെ ഉണ്ടായിരുന്ന ഹൈയും 15 മിനിറ്റ്സിൻ്റെ ഹൈയുമാണ്. അപ്പം ഈ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കൗട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ 15 മിനിറ്റ്സിൻ്റെ ഹൈ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇതിന് മുകളിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തതിന് മുകളിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് ഇങ്ങോട്ടൊക്കെ കയറ്റി വെക്കാവുന്നതാണ്. ഒരു 115ലേക്കൊക്കെ വെക്കാവുന്ന 103 ആണ് ഇപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ് നിലവിൽ. അതൊന്ന് ട്രെയിൽ ചെയ്തൊക്കെ വെക്കാവുന്നതാണ്. നിലവിൽ മാർക്കറ്റ് മുകളിൽ പോയിട്ട് വീണ്ടും താഴോട്ട് ഒരു ടെസ്റ്റ് തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇനി ഇപ്പം എന്താണ് ഇവിടെ കാണാൻ പറ്റുന്നത്, ഇവിടെ പുതിയൊരു ട്രെൻഡ് ലൈൻ പോലെ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അത് നമുക്ക് മാർക്ക് ചെയ്തിട്ടിട്ട് ട്രെൻഡ് ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ട്രെൻഡ് ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പം ഇനി നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈനിന് താഴെ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിന് താഴെ വന്നിട്ട് ക്ലോസ് ഒക്കെ തരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല. പിന്നെ നമുക്ക് പോകാൻ അടുത്തത് നോക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഇവിടെ ഒരു 15 മിനിറ്റ്സിലേക്ക് വരികയാണെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് കാണാനുണ്ട്. ഇവിടെ ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. പ്ലസ് ഈ ഒരു ഏരിയ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇതിന് മുകളിൽ ഈ ഒരു ഹൈ ടാപ്പ് ചെയ്യേണ്ടതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഹൈ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇത് വീണ്ടും ഇവിടുന്ന് താഴോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യം ഈ ഒരു ഏരിയ ഇവിടുന്ന് നല്ല സെൽ ഓഫ് വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നല്ല സെൽ ഓഫ് ഉള്ള സ്ഥലമാണ്, സെല്ലേഴ്സ് അവിടെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഫോളോ ഇവിടെ വന്ന സ്ഥിതിക്ക് തിരിച്ച് മാർക്കറ്റ് ഇവിടെ വരുമ്പോൾ വീണ്ടും ഈ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആകാനും ഇവിടുന്ന് വീണ്ടും ഒരു സെൽ ഓഫ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ നമ്മളുടെ ആ സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് നോക്കിയിട്ടായിരിക്കും എൻട്രി ചെയ്യുന്നത്. PCR കാര്യം പറയുകയാണെങ്കിൽ PCR 1.11 ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം എൻട്രി ചെയ്യുന്നത് 0.93 0.95ലേക്ക് PCR ഇൻക്രീസ് ചെയ്യുകയും കൂടെ നമ്മുടെ ബാക്കി ഇപ്പം ഞാൻ പറഞ്ഞ ക്രൈറ്റീരിയകളെല്ലാം ഒരു അങ്ങനത്തെ ഒരു ബുള്ളിഷ് സജഷൻ കാണിക്കുകയും ചെയ്തപ്പോഴാണ് നമ്മൾ ഈ ട്രേഡിൽ എൻട്രി ചെയ്തത്. അപ്പോൾ ഇവഞ്ച്വലി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സാധനം വർക്കൗട്ട് ചെയ്യാൻ പോകുന്നതെന്ന്. ഇതിന് മുകളിലൊക്കെ ഒരു 110, പിന്നെ നമുക്ക് ഇതിൽ പോയിട്ട് ഈ 110 24,100 ലെവലിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. അപ്പോൾ അതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രേഡ് ബ്രേക്ക് ഇവനിലേക്ക് ട്രെയിൽ ചെയ്ത് നമുക്ക് വയ്ക്കാം. അതർവൈസ് നമ്മളൊന്നും ചെയ്യില്ല, നിലവിൽ ഇങ്ങനെ തന്നെ നിൽക്കും, അല്ലെങ്കിൽ SL പോകും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. പിന്നെ അല്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈനിന് താഴെ നല്ലൊരു ക്ലോസ് വരികയും ഇവിടെ ഒരു വോളിയം ചേഞ്ച് ഒക്കെ കാണുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം ട്രേഡിൽ നിന്ന് ഇറങ്ങാം. നമ്മുടെ ട്രേഡ് നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് ഒരു മൂവ്മെൻറ്റും തരുന്നില്ല. ഹോൾഡ് ചെയ്യണോ എക്സിറ്റ് ചെയ്യണോ എന്നുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് സമയമാണിപ്പോൾ. ഇതിലെ പ്രൈസ് ആക്ഷൻ നോക്കുമ്പോഴും ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പോലത്തെ ഒരു സാധനം 5 മിനിറ്റ്സിൽ ഫോം ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ഡൗൺ ആയാൽ ചിലപ്പോൾ താഴോട്ട് വീഴാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഓപ്ഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. PCR നോക്കുകയാണെങ്കിൽ PCR സ്റ്റിൽ
ബുള്ളിഷ് തന്നെയാണ്. കുറഞ്ഞു വരുന്നുണ്ട്. 1.15 വരെ പോയിട്ട് 1.1 തിരിച്ചു വന്നു. 15 മിനിറ്റ്സിലും ആ ഒരു ബുൾ ക്യാൻഡിനെ ഫുള്ള് ക്യാൻസൽ ചെയ്തുകൊണ്ട് വേറൊരു ബിയറിഷ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം ഈ ട്രേഡ് ഇവിടെ എക്സിറ്റ് ചെയ്യാം. 10 റുപ്പീസ് ഓൺ പ്രീമിയം ലോസിൽ നമുക്ക് ഈ ട്രേഡ് ഇവിടെ എക്സിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ നമ്മുടെ സെറ്റപ്പിനനുസരിച്ച് എൻട്രി എടുത്തു. നമ്മളുടെ ഡയറക്ഷനിൽ മാർക്കറ്റ് മൂവ് ചെയ്തു. പക്ഷേ നമുക്കൊരു റിസ്ക് റിവാർഡ് ആസ്പെക്റ്റിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളത് ഹോൾഡ് ചെയ്തിരുന്നു. 1:1 ഒക്കെ കണ്ടു, തിരിച്ചു വന്നു. നമ്മൾ പക്ഷേ എസ് എൽ നമ്മുടെ പോയിട്ടില്ല. പക്ഷേ എസ് എൽ ഒരു 20 റുപ്പീസ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് 10 രൂപ ലോസിൽ എക്സിറ്റ് ചെയ്തു. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ നമ്മുടെ ട്രേഡ്. ഇത് മിക്കവാറും 24,000 ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴെ സസ്റ്റെയിൻ ചെയ്താൽ ചിലപ്പോൾ പുട്ട് സൈഡിലോട്ടൊരു ട്രേഡ് കിട്ടിയേക്കാം. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ മാർക്കറ്റ് താഴോട്ട് വന്നു ഈ ഒരു പർട്ടിക്കുലർ ഓപ്ഷൻ. നമ്മൾ നമ്മുടെ ട്രേഡ് $10 എക്സിറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ 24,000 താഴെ വന്നപ്പോൾ ഞാൻ ട്രേഡിൽ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റെക്കോർഡിങ് ഓഫ് ചെയ്തിരുന്നു. ഞാൻ കഴിഞ്ഞ ട്രേഡ് കഴിഞ്ഞപ്പോൾ റെക്കോർഡിങ് ഓഫ് ചെയ്തിരുന്നു. പക്ഷേ റെക്കോർഡിങ് ഓൺ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഇതിൽ ഞാനത് സംസാരിച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പിന്നെ മനസ്സിലായത് റെക്കോർഡിങ് ഓഫായിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 24,000 താഴെ ഒരു ക്ലോസ് തന്നു. PCR നമ്മൾക്ക് അനുകൂലമായിട്ട് നിന്നപ്പോൾ ഒരു ഷോർട്ട് സൈഡിലേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്തിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഷോർട്ട് സൈഡിലേക്ക് നല്ല മൂവ് ചെയ്യുന്ന ദിവസം നന്നായിട്ട് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ടാർഗറ്റ് വെച്ചിട്ടില്ല. ഇവിടെയാണ് എൻട്രി കിട്ടിയത്. 24,000 തന്നെ പുട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വിവാപ്പിന് മുകളിൽ നല്ല ക്ലോസിംഗ് ഒക്കെ കിട്ടി റീട്രേസ്മെൻറ്റ് വന്നപ്പോഴാണ് ഇതിൻ്റെ 24,000 താഴെ ക്ലോസ് വന്നത്. 12 o'clock ക്യാൻഡിൽ ക്ലോസിൻ്റെ അപ്പോഴാണ് ഈ ഒരു ട്രേഡ് എടുത്തത്. 12.5 ആ ഒരു വിവാപ്പിൻ്റെ താഴത്തെ ഉള്ളൊരു ഏരിയയിലാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. എൻട്രി കിട്ടിയത് 73 53 ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. 20 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസാണ്. ഇത് ഓൾറെഡി ട്രേഡ് നല്ല രീതിയിൽ അപ്സൈഡിലേക്ക് തന്നിട്ടുണ്ട്. ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഇനിയിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കും ഞാനിത് എവിടെ വരെ പോകും എന്നുള്ള കാര്യം. ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ഏരിയ ഒക്കെ അച്ചീവബിൾ ആണ്. 900 ഒക്കെ ഓൾറെഡി കഴിഞ്ഞു. ഈ ഒരു ഏരിയ 888 എന്നൊക്കെ പറയുന്ന ഒരു ഏരിയയാണ് എൻ്റെ ഒരു ടാർഗറ്റായിട്ട് ഞാൻ കാണുന്നത്. അതർവൈസ് ട്രേഡ് ഞാൻ ബ്രേക്ക് ഈവനിലേക്ക് വയ്ക്കും. ഇവിടുത്തെ ഒരു സിംഗും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ട്രേഡ് ബ്രേക്ക് ഈവനിലേക്ക് ട്രെയിൽ ചെയ്ത് വയ്ക്കും. അതർവൈസ് ഡേ എൻഡ് വരെ അത് ഹോൾഡ് ചെയ്യാനാണ് പ്ലാൻ. ഇപ്പോഴത്തെ PCR നോക്കിക്കഴിഞ്ഞാൽ 0.75 ഉള്ളൊരു ലെവലിലേക്ക് വന്നു. 1 മുകളിലായിരുന്നു. അപ്പോൾ വന്നപ്പോൾ അതിൻ്റെ അർത്ഥം മാർക്കറ്റ് നല്ല രീതിയിൽ ബിയറിഷ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് ഹോൾഡ് ചെയ്യാം. ഈ ഒരു ട്രേഡ് എന്തെങ്ങനെയാണിത് പോകുന്നതെന്ന് നോക്കാം. ഓൾറെഡി നമ്മൾ ആദ്യത്തെ ട്രേഡിൽ വന്ന ഒരു 10 പോയിൻറ്റിൻ്റെ ലോസൊക്കെ നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര കോമഡി ആയിരുന്നു. ഞാനത് ഇത്രയും നേരം പറഞ്ഞുകൊണ്ട് റെക്കോർഡ് ചെയ്തിട്ട് ലാസ്റ്റ് മൊമെൻറ്റിലാണ് മനസ്സിലാവുന്നത് അത് റെക്കോർഡായിട്ടില്ല. റെക്കോർഡ് ബട്ടനൊക്കെ മറന്നു പോയതാണ്. അപ്പോൾ ഈ ഒരു ആദ്യത്തെ ട്രേഡ് നമ്മുടെ ഫെയിലായി. അപ്പോൾ ഇപ്പം അപ്പ് സൈഡിലോട്ടൊരു ട്രേഡ് ഇല്ല. ഡൗൺ സൈഡിലോട്ട് നമുക്ക് നമ്മൾ ആ രാവിലെ പറഞ്ഞുകൊണ്ട് തന്നെ 24,000 താഴെ ക്ലോസ് ചെയ്തപ്പോഴാണ് രണ്ടാമത്തെ ട്രേഡ് എടുത്തത്. ആദ്യത്തെ ട്രേഡ് നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചിരുന്നെങ്കിൽ രണ്ടാമത്തെ ട്രേഡ് അറ്റംപ്റ്റ് ചെയ്യത്തില്ലായിരുന്നു. നമ്മൾ അതിന് മുമ്പ് എക്സിറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് മാത്രമാണ് രണ്ടാമത് ഈ ഒരു ട്രേഡ് എടുത്തത്. ശരിക്കും ഇതാണ് ഇനി അടുത്ത സപ്പോർട്ട്. 800 ലെവലാണ് അടുത്ത സപ്പോർട്ട്. പക്ഷെ നമ്മൾ അവിടെ വരെ വെയിറ്റ് ചെയ്യത്തില്ല. ഇതൊരു ഇവിടുന്ന് ഒരു റാലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബയേഴ്സ് ഉള്ള ഒരു ഏരിയ ആയിരിക്കും. അപ്പോൾ പിന്നെ വലിയൊരു ബ്രേക്ക് ഡൗണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഒരു ക്യാൻഡിലൊക്കെ പെട്ടെന്നൊരു ബ്രേക്ക് ഡൗൺ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല, ഹോൾഡ് ചെയ്യാം. നമുക്ക് ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഹോൾഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. 23,800 ആണ് ലോജിക്കൽ ടാർഗറ്റ്. ആക്ച്വലി 900 ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഇപ്പോൾ 900 തന്നെ അറൗണ്ട് 900, 920 ആ ഒരു ഏരിയ നിന്ന് ഒരു ചെറിയ 1-2 ഗ്രീൻ ക്യാൻഡിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഓൾറെഡി മാർക്കറ്റ് 24,000 താഴെ ആയതുകൊണ്ടാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്. ഈ 23,900 ഏരിയ കൂടെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടും നല്ല മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ ട്രേഡ് ഇപ്പോൾ ഇത് നല്ല പീക്ക് കണ്ടതാണ്. 136 ഒക്കെ വരെ പോയതാണ്. 73 136 എന്ന് പറയുമ്പോൾ തന്നെ 60 പോയിൻറ്റ്സോളം നമ്മൾ പ്രോഫിറ്റ് കണ്ടതാണ്. പക്ഷെ നമ്മൾ ബുക്ക് ചെയ്തില്ല. ഇത് ഭയങ്കര ഒരു ട്രിക്കി പരിപാടിയാണ്. ഈ ട്രേഡ് ഹോൾഡ് ചെയ്ത് പ്രോഫിറ്റുള്ള ട്രേഡ് ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ചില ദിവസം നമ്മൾ നല്ല പ്രോഫിറ്റ് കണ്ടിട്ട് നമുക്ക് ബ്രേക്ക് ഇവനിലോ ലോസിലൊക്കെ ഇറങ്ങേണ്ടി വരും. പക്ഷേ നല്ല മൂവ്മെൻറ്റ് കിട്ടുന്ന ദിവസങ്ങളിൽ നല്ല പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് മനസ്സിലായി കാണും. അതായത് ഇവിടെ നമ്മൾ ഇതിൽ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ ഡാഷ്ബോർഡിൽ നോക്കിക്കഴിയുമ്പോൾ
ഇതെല്ലാ ട്രേഡും ഇല്ല, ഇത് ഒരു കഴിഞ്ഞൊരു 15-16 ദിവസത്തെ ട്രേഡേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഈ വിന്നിങ് ട്രേഡ്സ്, വിന്നിങ് പ്രോബബിലിറ്റി 46 മാത്രമല്ല, പക്ഷേ ലോസേഴ്സ് ചെറുതാണ്. അപ്പോൾ നമ്മൾ ട്രേഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ലോസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ 2000 ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ ലോസേഴ്സ് ഒക്കെ വരുന്നത്. പക്ഷേ വിന്നേഴ്സ് ഇതുണ്ട് 10,000, 8,000, 7,000, 4,000 അങ്ങനെ വിന്നേഴ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ബ്രേക്ക് ഇവനിലൊക്കെ ഇറങ്ങിപ്പോയിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി. ഒരു റീട്രേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും പ്രൈസ് താഴോട്ട് വരുന്നുണ്ട്, നമ്മുടെ ഓപ്ഷൻ മേലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ബ്രേക്ക് ഇവനിലേക്ക് ആക്കി വയ്ക്കാം. നമ്മുടെ ട്രേഡ് ബ്രേക്ക് ഇവനിലാണ്. ഇനിയിപ്പം ആദ്യത്തെ ആ ഒരു ട്രേഡിൽ വന്ന ലോസ് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം കൂടുതൽ ലോസ് വരത്തില്ല. എന്നിട്ട് ഇത് ഹോൾഡ് ചെയ്യാനാണ് പരിപാടി. എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ടെന്ന് നമുക്ക് നോക്കാം. സമയം 3:05. നമ്മുടെ ട്രേഡ് നമ്മുടെ ബ്രേക്ക് ഇവനിലുണ്ടായിരുന്ന SL ടാപ്പ് ചെയ്ത് തിരിച്ച് റിക്കവർ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. നമുക്ക് ഇന്നത്തെ ദിവസം ചെറിയൊരു ലോസിൽ നമുക്ക് ക്ലോസ് ചെയ്യാണ്. ട്രേഡ് രണ്ടും നല്ല ട്രേഡുകളായിരുന്നു. ആദ്യത്തേത് 1:1 കാണിച്ചു, ഇത് 1:3 കാണിച്ചു. ബട്ട് നമ്മൾ ബുക്ക് ചെയ്തില്ല. നമ്മൾ വലിയൊരു ടാർഗറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തേ. നോക്കാം നമുക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന്. സോ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. നാളെ നമുക്ക് വേറെ ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി മുന്നോട്ട് ഇത്തരത്തിലുള്ള വീഡിയോ വേണോ വേണ്ടോ എന്നുള്ള കാര്യം എന്താ പറയുക, കാണാൻ ആളില്ലെങ്കിൽ നമ്മൾ വെറുതെ ചെയ്തുണ്ടാക്കിയിട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് സോ ഇനി അതോ നമ്മുടെ ഓട്ടോമേഷൻ പരിപാടികളുമായിട്ട് മാത്രം മുന്നോട്ട് പോയാൽ മതിയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.